ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2007 ഒരു ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഡിസ്റ്റർബിയ എന്ന് പറഞ്ഞിട്ടൊരു വേറെ ലെവൽ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരു അച്ഛനും മകനും വളരെ സന്തോഷത്തോടെയുള്ള അവരുടെ ആ ഒരു ജീവിതം മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. പുഴയിൽ മീൻ പിടിക്കാൻ പോകുന്നത്, പലയിടങ്ങളിലായിട്ട് ചുറ്റി നടക്കുന്നത്. ഇങ്ങനെ നമ്മളൊരു അമ്മയും മകനും അല്ലെങ്കിൽ അമ്മയും മകളുടെ ആ ഒരു സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അധികമായിട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഒരു അച്ഛനും മകനും എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു സ്നേഹം അത് കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു അച്ഛനും മകനും സന്തോഷമായിട്ടുള്ള അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ ഒരു പുഴയിൽ മീനെല്ലാം പിടിച്ച് കഴിഞ്ഞിട്ട് രണ്ടുപേരും തിരിച്ചു വരുമ്പോഴത്തേക്കും ആ ഒരു മകനാണ് വണ്ടി ഓടിക്കുന്നത്. വരുന്ന വഴിക്ക് തന്നെ അവൻ്റെ അമ്മയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് പോകുന്ന അധിക സമയത്താണ് ഇവരുടെ മുന്നിലായിട്ട് മറ്റൊരു വണ്ടി ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് ഓവർടേക്ക് ചെയ്ത് മുന്നിലേക്ക് കയറുന്നതും ഇവർ അതിനെ ഫോളോ ചെയ്താണ് പോകുന്നത്. അതുമല്ല, ആ ഒരു പയ്യനാണെങ്കിൽ തൻ്റെ ഫോൺ എടുത്തിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓടിച്ചിട്ട് സംസാരിച്ച് പോകുമ്പോഴത്തേക്കും പെട്ടെന്നൊരു കാര്യം സംഭവിക്കുന്നു. മുന്നിൽ പോയ ആ ഒരു വണ്ടി പെട്ടെന്ന് മാറുന്നതും അവരുടെ മുന്നിൽ മറ്റൊരു കാർ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കായിരുന്നു. ഇതറിയാതെ പുറകിൽ വന്ന ഇവർ ആ ഒരു കാറിലേക്ക് വണ്ടി കൊണ്ട് ഇങ്ങനെ ഇടിച്ചിട്ട് ഇവരുടെ നിയന്ത്രണം വിട്ട് അത് തെറിച്ച് ഈ റോഡിന്റെ നടുവിലായിട്ട് തല കീഴായിട്ട് ഇങ്ങനെ കിടക്കാണ്. അങ്ങനെ ആ ഒരു പയ്യൻ നോക്കുമ്പോഴത്തേക്ക് അവൻ്റെ അച്ഛന് ഒരു കുഴപ്പമില്ല, ചെറിയ രീതിയിൽ പരിക്ക് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെ കിടക്കുന്ന സമയത്താണ് പെട്ടെന്ന് കാണിക്കുമ്പോൾ വേറൊരു വണ്ടി അതിൻ്റെ നിയന്ത്രണം വിട്ട് നേരെ ഇവരുടെ ഈ ഒരു കാറിലേക്ക് കൊണ്ടൊരു ഒറ്റയിടി. ആ ഒരു ഇടി കൂടി കൊണ്ടിട്ട് കാർ കുറച്ചുകൂടി മുന്നിലേക്ക് നീങ്ങി ഇങ്ങനെ പോകുന്നതും കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു പയ്യൻ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് തൻ്റെ അച്ഛനെ നോക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഈ രണ്ടാമത് ഈ ഒരു കാർ വന്ന് ഇടിച്ചല്ലോ, ആ ഒരു ഇടിയിൽ അവൻ്റെ അച്ഛൻ അവിടെ വെച്ച് മരിക്കുകയാണ്. ഇവിടെ വെച്ച് നമ്മുടെ ഈ മൂവിയുടെ ടൈറ്റിലും എഴുതി കാണിക്കുന്നു. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം കാണിക്കുമ്പോഴത്തേക്കാണ് നേരത്തെ കണ്ട ആ ഒരു പയ്യനുണ്ടല്ലോ, അവൻ്റെ പേരാണ് കോയൽ. അവനാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. അതുകൊണ്ട് നമുക്ക് എന്തായാലും അവനെ കെയിൽ എന്ന് വിളിക്കാം, കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ കെയിൽ പഠിക്കുന്ന ആ ഒരു സ്കൂൾ ഇങ്ങനെ കാണിക്കുന്നതും ക്ലാസ്സിനുള്ളൊരു സാറ് എല്ലാവരെയും പഠിപ്പിച്ചിട്ട് തലേ ദിവസം ഇവരോട് വീട്ടിൽ പോയിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ കെയിലിൻ്റെ സുഹൃത്തായിട്ടുള്ള റോണിയുണ്ട്, അവനോടാണ് ഇപ്പോൾ സാർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അവനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് നല്ല രീതിയിൽ അതിന് മറുപടി പറയുകയും ചെയ്യുന്നു. എന്നിട്ട് നേരെ തിരിച്ച് അവൻ്റെ ബെഞ്ചിലേക്ക് ചെന്നിരിക്കുന്നതും അടുത്തായിട്ട് സാറ് വിളിക്കുന്നത് കെയിലിനെയാണ്. പക്ഷെ കെയിലാണെങ്കിലോ ഇത്രയും നേരം അവൻ ഉറങ്ങിയിരിക്കുമായിരുന്നു. ഇവിടെ നടന്ന ഒരു കാര്യങ്ങളും അവൻ മനസ്സിലാക്കിയില്ല. അങ്ങനെ സാറ് വിളിച്ച് എഴുതിപ്പിച്ചിട്ട് ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കാണ് കെയിലിന് ഇപ്പോൾ ഉത്തരം പറയാൻ കഴിയുന്നില്ല. അവസാനം കെയിൽ പറയും, സോറി സാർ, ഞാൻ വീട്ടിൽ പോയൊന്നും പഠിച്ചില്ല എന്നിങ്ങനെ പറയുന്നതും ആ ഒരു സാർ അടുത്തേക്ക് വന്നിട്ട്, നീ ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്, ഇതിനിപ്പോൾ ഞാൻ എന്താ വേണ്ടത്? നിന്നെ ഇവിടെ നിന്നും പുറത്താക്കാതിരിക്കാനുള്ള ഏതെങ്കിലും ഒരു കാരണം നീ അതിനു വേണ്ടി എനിക്ക് പറഞ്ഞു തരുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നതും കെയിലൊന്നും മിണ്ടാതെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സാർ പറയുന്നത്, നിന്റെ അച്ഛനെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം വിഷമം വരുമെന്നറിയോ എന്നിങ്ങനെ പറയുന്നതും കെയിലിന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ആ ഒരു സാറിൻ്റെ മൂക്കിന് നോക്കി ഒരു ഒറ്റ ഇടി കൊണ്ട് താഴെ വീഴുന്നതും അടുത്തത് കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഈ ഒരു സാറിനെ ഇടിച്ചത് കൊണ്ട് തന്നെ കെയിലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. അതുമല്ല, കെയിലിന് ഇപ്പോൾ 18 വയസ്സായിട്ടില്ല. 18 വയസ്സാവാനായിട്ട് ഇനിയും 6 മാസം കൂടി ബാക്കിയുണ്ട്. അതുമല്ലാതെ കെയിലിൻ്റെ അമ്മ തനിച്ചായത് കൊണ്ട് തന്നെ അവനെ വീട്ടിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടിടാനും കഴിയത്തില്ല. അതുകൊണ്ട് ഒരു ജൂനൈൽ ഹോമിൽ മാത്രമേ ഇടാൻ കഴിയത്തുള്ളൂ. പക്ഷെ ആ ഒരു ജഡ്ജ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കെയിൽ, നിന്നെ എന്തായാലും തനിച്ചിടാൻ കഴിയത്തില്ല. അതുമല്ല, നീ ഈ സാറിനെ ഇടിക്കുന്നതല്ലാതെ 1-2 കുറ്റങ്ങളും കൂടി അല്ലാതെ ചെയ്തിട്ടുണ്ട്. നിനക്ക് 18 വയസ്സാവുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിനക്ക് തരാൻ പോകുന്ന ശിക്ഷ ഇതാണ്, 3 മാസം നീ വീട്ടു തടങ്കലിലുണ്ടാവണം. വീട്ടിൽ നിന്ന് ഒരിടത്തേക്കും പോകാൻ പാടില്ല. വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം ഈ 3 മാസവും എന്നുള്ള രീതിയിൽ ആ ഒരു ശിക്ഷ ഇങ്ങനെ കൊടുക്കുന്നതും അടുത്തത് കാണിക്കുമ്പോഴത്തേക്കും കെയിലിൻ്റെ വീട്ടിൽ ഒരു പോലീസുകാരി വന്നിട്ട് കെയിലിൻ്റെ കാലിൽ ഒരു ഡിവൈസ്, ഒരു GPS ഡിവൈസ് ഇങ്ങനെ സെറ്റ് ചെയ്യും. അതൊരു ബ്രേസ്ലെറ്റ് പോലെയാണ്. അതിങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും, ഈ വീട്ടിൻ്റെ 100 മീറ്റർ കഴിഞ്ഞ് നീ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസിൽ ഇപ്പോൾ പച്ച നിറമായിരിക്കും. നീ ഒരു 100 മീറ്റർ കടന്നു കഴിയുമ്പോഴത്തേക്കും അത് ചുവന്ന നിറമാവും. ചുവന്ന നിറമായിട്ട് 10 സെക്കൻഡിനുള്ളിൽ നീ ഒരു 100 മീറ്ററിനകത്തേക്ക് കയറില്ല എന്നുണ്ടെങ്കിൽ ദേ ആ ഒരു പോലീസുകാരനുണ്ടോ, അയാൾ എപ്പോഴും നിന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അയാൾ ഇവിടേക്ക് വരും, നിനക്കുള്ള ശിക്ഷ അപ്പം തന്നെ തരും. അതുകൊണ്ട് ഈ 3 മാസത്തേക്ക് എവിടെയും പോകാൻ കഴിയത്തില്ല. കൂടാതെ നശിപ്പിക്കാൻ ഒരിക്കലും നീ നോക്കണ്ട, ഒരിക്കലും കഴിയത്തില്ല. അതുപോലെ ഈ ഒരു പോലീസുകാർ ഒന്ന് തുറക്കാതെ ഈ ഒരു ബെൽറ്റ് ഒരിക്കലും അവൻ്റെ കാലിൽ നിന്നും അഴിച്ചു മാറ്റാനും കഴിയത്തില്ല. അത് വലിയൊരു പണിയായി പോയി. അപ്പോൾ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴത്തേക്കാണ് അയാൾ വന്നിട്ട് മറ്റൊരു ടെസ്റ്റ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കെയിലിടിച്ച ആ ഒരു സാറല്ലേ, അത് ഈ ഒരു പോലീസുകാരൻ്റെ കസിനാണ്. അതുകൊണ്ട് നീ എവിടെ പോയാലും നിന്നെ ഞാൻ ഫോളോ ചെയ്തിരിക്കും, മര്യാദയ്ക്ക് നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരുടെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞുള്ള അടുത്ത ദിവസങ്ങൾ
നമ്മുടെ കെയിലിന് ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഒരുപാട് വീഡിയോ ഗെയിമുകൾ ഇങ്ങനെ കളിക്കുകയാണ്. അതുമല്ലാതെ ആവശ്യമില്ലാത്ത ഒരുപാട് ആഹാരങ്ങൾ ഇങ്ങനെ കഴിക്കുന്നു. അതുമല്ല കെയിലിൻ്റെ അമ്മയാണെങ്കിൽ ജോലിക്ക് പോകുന്നത് കൊണ്ട് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവൻ്റെ അമ്മയ്ക്ക് നല്ലതുപോലെ അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഗെയിം കളിയെല്ലാം നിർത്തിയിട്ട് പിന്നെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. അത് ഒരുപാട് യൂസ് ചെയ്ത് അവസരം നെറ്റ് തീരുന്നതും പിന്നെ ടി വിയിലേക്ക് മാറുകയാണ്. ടി വി കാണുന്നതോ അത് ഫാഷൻ ടി വി ചാനൽ. ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 90s ജനിച്ചവർക്ക് നല്ലതുപോലെ അറിയാമായിരിക്കും. ഞാനും എൻ്റെ കുട്ടിക്കാലത്ത് ഈ ഒരു ചാനൽ കാണുന്ന സമയത്ത് വീട്ടിലേക്ക് ആരെങ്കിലും കയറി വന്നാൽ പെട്ടെന്ന് ആ ഒരു ചാനൽ മാറ്റുക, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 90s ജനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക, നമുക്ക് നോക്കാം എത്ര പേരുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ കെയിലിയുടെ അമ്മയും ഈ ഒരു കാര്യം കണ്ടിട്ട് അകത്തേക്ക് കയറിയെന്നു. അപ്പോൾ നീ ഇതും തുടങ്ങിയല്ലേ? അപ്പോൾ നിനക്ക് എപ്പോഴും ഇത് തന്നെയാണല്ലേ കാണുന്നത്? അതുപോലെ വീട് മുഴുവനായിട്ടും അലങ്കോലാക്കിയിട്ടേക്കുന്നു. ഇനി നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് ആ ഒരു ടി വിയുടെ വയർ അങ്ങ് കട്ട് ചെയ്ത് കളയും. അതേപോലെ തന്നെ ഇൻ്റർനെറ്റും കട്ട് ചെയ്യും. എന്നിട്ട് പറയും നിന്റെ റൂമിന് വൃത്തിയാക്കിയിട്ട് നീ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ കെയിലിന് വട്ടാവുകയാണ്. അങ്ങനെ അവൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും റോണി എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇപ്പോൾ വീട്ടിലേക്ക് വരാണ്ട് ടൈം ഇല്ല എന്നും പറഞ്ഞ് അവന് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് തുണി അലക്കല്, വീട്ടിലെ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കുന്നു, വീട് വൃത്തിയാകുന്നു. വേറെ നിവർത്തിയില്ല, എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ കുറച്ച് നല്ലതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് കഴിയാൻ തുടങ്ങുന്നതും ഒരു ദിവസം കെയിലിൻ്റെ അമ്മ വന്നിട്ട് അവനോട് പറയും, കെയിൽ ഞാൻ നിൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും തിരികെ വരൂ, അതുവരെ നീ നല്ലതുപോലെ നിൽക്കണം, നിനക്ക് ആഹാരം വല്ലതും വേണമെന്നുണ്ടെങ്കിൽ എല്ലാം വാങ്ങി ഞാൻ വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കെയിലിൻ്റെ അമ്മ അവിടെ നിന്ന് പോകുന്നതും അത് കഴിഞ്ഞുള്ള 1-2 ദിവസം കെയിലിന് എന്തായാലും മഹാ ബോറായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് വീടിൻ്റെ വെളിയിൽ എന്തോ ഒരു വണ്ടി വരുന്ന ശബ്ദം. എന്താണെന്ന് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവരുടെ അയൽവക്കത്ത് ഒരു പുതിയ കുടുംബം താമസിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് അതിൽ നമ്മുടെ കെയിലിൻ്റെ പ്രായമുള്ള ഒരു പെണ്ണുകൊണ്ട്. അങ്ങനെ അത് നോക്കി നിൽക്കുന്നതും പെട്ടെന്ന് ഡോർബെല്ലാരെ അടിക്കുന്ന ശബ്ദം കേട്ട് കെയിൽ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് വെളിയിൽ എന്തോ ഒരു കവറുണ്ട്, അതിലാണെങ്കിൽ തീയും പിടിച്ചിരിക്കുന്നു. പെട്ടെന്ന് കാലുകൊണ്ട് അത് ചവിട്ടി അണയ്ക്കുമ്പോഴത്തേക്കാണ് അവൻ്റെ കാലിൽ അഴുക്ക് പറ്റുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് ഡോഗ് ഷിറ്റായിരുന്നു. അങ്ങനെ അതെല്ലാം മൊത്തത്തിൽ ചവിട്ടി കാലിലാക്കിയിട്ട് നോക്കുമ്പോഴത്തേക്കാണ് അയൽപ്പക്കത്തുള്ള 2 പിള്ളേരാണ് ഈ ഒരു കാര്യം ചെയ്തത്. അങ്ങനെ അവരെ പിടിക്കാൻ വേണ്ടി അവരുടെ പുറകെ ഓടാൻ തുടങ്ങും. അവരാണെങ്കിൽ അവരുടെ സൈക്കിൾ കൊണ്ട് നല്ല സ്പീഡിന് ചവിട്ടി പോകുമ്പോഴത്തേക്കും കെയിൽ പുറകെ ഓടുകയാണ്. ഓടുന്ന സമയത്താണ് ആ കാലിലെ ഡിവൈസ് ഉണ്ടല്ലോ അതിലിപ്പോൾ റെഡ് ലൈറ്റ് കത്താൻ തുടങ്ങി. കാരണം ഇവ 100 മീറ്ററും കഴിഞ്ഞ് വന്നിരുന്നു. അപ്പോൾ അവർ ചെറിയ പയ്യന്മാർ പറയുന്നുണ്ട്, ഹേയ് കെയിൽ നിനക്ക് വെളിയിലേക്ക് വരാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും അത് ഓർക്കുമ്പോഴത്തേക്കാണ് കെയിൽ അവിടെ പെട്ടെന്ന് നിന്നിട്ട് കാലിലേക്ക് നോക്കുമ്പോൾ ആഹാ പെട്ടുപോയി മോനെ ഓടിക്കോ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചോടാൻ തുടങ്ങും. അതുമല്ല 10 സെക്കൻഡിനുള്ളിലാണ് ഇത് തിരിച്ച് പച്ച ലൈറ്റിലേക്ക് ആക്കേണ്ടത്. അങ്ങനെ നല്ല സ്പീഡിന് ഓടിയിട്ട് പച്ച ലൈറ്റ് കത്തെന്നും പറഞ്ഞിട്ട് ഓടി വീടിനകത്തേക്ക് ഇങ്ങനെ കയറാനായിട്ട് വരുന്നതും ഈ അയൽപ്പക്കത്തുള്ള എല്ലാവരും ഇങ്ങനെ നോക്കാണ് ഇവൻ എന്താണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അടുത്തുള്ള വീട്ടിലൊരാട് നിർത്താതെ കരയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശബ്ദം ആർക്കെങ്കിലും കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക, വേറെ വഴിയില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഓടിച്ചാടി വീടിനകത്തേക്ക് കയറി പച്ച ലൈറ്റ് കത്തുന്നതും ആശ്വാസമായെന്ന് പറഞ്ഞ് കിടക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മുട്ട പോലീസ് പെട്ടെന്ന് തന്നെ അവിടേക്ക് വരുന്നു. എന്നിട്ട് അവനെ വന്ന് പിടിച്ച് എന്താണ് കാര്യം എന്ന് തിരക്കുമ്പോഴത്തേക്ക് ഇതേപോലെ നടന്ന കാര്യം ഇങ്ങനെ പറയുകയും ചെയ്യും. ഈ കുട്ടികൾ ഇതേപോലെ ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോലീസ് വന്ന് പിടിക്കുന്ന ഇതേ സമയത്ത് ഈ അയൽക്കാരെല്ലാം കണ്ടിട്ട് അവർക്കും കാര്യം മനസ്സിലായി. അപ്പോൾ എന്തൊരു നാണക്കേടായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കെയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ വീടിൻ്റെ ചുറ്റും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യും. അതെന്തിനാണ്? ആ 100 മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബൗണ്ടറി എല്ലാം തിരിച്ച് പിന്നീട് അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ചുറ്റുപാടുമുള്ള ഓരോ വീട്ടുകാരെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഓരോരുത്തർ ജോലിക്ക് പോകുന്നത് എപ്പോഴാണ്, തിരിച്ചു വരുന്നത് എപ്പോഴാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെ വീടിനകത്ത് നിന്നിട്ട് ജനാല വഴി ഈ പുതുതായിട്ട് താമസിക്കാൻ വന്നല്ലോ ആ ഒരു വീട്ടുകാരെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു റൂമിൽ നേരത്തെ ഒരു പെൺകുട്ടീനെ കണ്ടിരുന്നല്ലോ, അവളിപ്പോൾ റൂമിലേക്ക് വന്നിട്ട് അവൾ വസ്ത്രമെല്ലാം ഇങ്ങനെ മാറുന്നു. അപ്പോൾ അതെല്ലാം ഇവന് വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇനി എന്തായാലും സമയം പോകാനായിട്ട് വേറെ ഒന്നും നോക്കണ്ട, ഇതൊക്കെ മതി എന്നുള്ളൊരു സന്തോഷമായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ നമ്മുടെ റോണിയും ഇവിടേക്ക് വരുന്നു. അങ്ങനെ റോണിയെ കാണുന്നത് സന്തോഷമായിട്ട് അവനെ അകത്തേക്ക് കൊണ്ടുപോയിട്ടാണ് മുകളിലത്തെ റൂമിലേക്ക് അവനെ കൊണ്ടുപോയിട്ടാണ് പല കാര്യങ്ങളും ഇങ്ങനെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതേ ആ ഒരു വീട്ടുകാരെ നോക്കിക്കോ, അവിടുന്ന് അവർ രാവിലെ 6 മണിക്ക് യോഗ ക്ലാസ്സിന് പോവും. അതേപോലെ തന്നെ അവരുടെ ഭർത്താവ് ഇത്ര സമയത്താണ് ജോലിക്ക് പോകുന്നത്. ആ കുട്ടികൾ ഈ ഒരു സമയത്ത് സ്കൂളിൽ പോകുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവനിങ്ങനെ കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, ഒരു വീട്ടിൽ ചൂണ്ടിക്കാണിച്ചാണ് പറയുന്നത്, ദേ നോക്ക് ആ ഒരു വീട്ടിലെ ഭർത്താവ് ജോലിക്ക് പോയതിനു ശേഷം അയൽക്കാരൻ പെടുന്ന അവിടേക്ക് വന്നിട്ട് അതിനകത്തേക്ക് കയറിയിട്ട് ആ ഒരു ലേഡിയായിട്ട് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ നേരെ തിരിഞ്ഞിട്ട് ദേ ആ ഒരാളെ കണ്ടോ, അയാളുടെ പേര് മിസ്റ്റർ ടർണർ എന്നാണ്. അയാളാണെങ്കിൽ ദിവസത്തിലെ 2 തവണ അയാളുടെ ആ ഒരു പൂന്തോട്ടത്തിലെ പുല്ല് വെട്ടാനായിട്ട് ഇറങ്ങും.
എന്നിട്ട് പറയും, ദേ ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇവിടേക്ക് വാന്ന് പറഞ്ഞ് അവനെ വിളിച്ചിട്ട് നമ്മുടെ അയൽപ്പക്ക വീട്ടിലെ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവൾ അടുത്ത വീട്ടിലെ പൂളിൽ വന്നിട്ട് കുളിക്കുന്ന ഒരു കാര്യം അവനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അതെന്തായാലും ഇവർക്ക് രണ്ടുപേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കെയിലിൻ്റെ വീട്ടിലേക്ക് മെയിൽ ബോക്സിൽ ഒരു ലെറ്റർ ഇങ്ങനെ വരുന്നതും അതെടുക്കാൻ വേണ്ടിയിട്ട് അവൻ ആ ഒരു ബൗണ്ടറി വരച്ചല്ലോ അതിനകത്ത് നിന്ന് കൈയെത്തി ഇങ്ങനെ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഇത് അയൽപ്പക്കത്തെ ആ വീട്ടിലെ ആ ഒരു പെണ്ണ് കണ്ടിട്ട് അവൾ ഓടി അടുത്തേക്ക് വന്ന് നമ്മുടെ കെയിലിയെ സഹായിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവൻ ആൾറെഡി ആ ഒരു ലെറ്റർ എടുത്തു കഴിഞ്ഞു. എന്നിട്ടാണ് അവളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ല, കഴിഞ്ഞ ദിവസം ഇതിനാ പോലീസ് വന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് തെറ്റായിട്ടുള്ള ഒരാളായിരുന്നു, അവർക്ക് ഇൻഫർമേഷൻ മാറിയിട്ട് എന്നെ വന്നിങ്ങനെ പിടിച്ചതാണ്, ഞാനൊന്നുമല്ല വേറെ ആളെ പിടിക്കാൻ വന്നതാണെന്നെല്ലാം പറയുന്നതും സത്യത്തിൽ അവൾക്കറിയാം കെയിലിനെ എന്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ട് അവളിങ്ങനെ ചിരിച്ചിട്ട് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും അവളുടെ അമ്മ വന്ന് അവളെ ഇങ്ങനെ വിളിക്കുകയാണ്. ആഷ്ലി ഇവിടെ വരെ ഒന്ന് വരുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ, അവളുടെ പേര് ആഷ്ലി എന്നാണ്. അങ്ങനെ അതെല്ലാം മനസ്സിലാക്കിയിട്ട് യാത്ര പറഞ്ഞിങ്ങനെ പോകുന്നതും രാത്രി നമ്മുടെ കെയിലി TV കണ്ടോണ്ടിരിക്കുന്ന അതേ സമയത്ത് TV-യിൽ ഒരു ന്യൂസ് ഇങ്ങനെ പോകുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു ചുവന്ന മുടിക്കരിയായിട്ടുള്ള സ്ത്രീയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അതുമല്ല ആ ഒരു പെണ്ണിനെ കാണാനാവുന്നതിന് കുറേ മണിക്കൂറുകൾക്ക് മുന്നേ അവളെ ആരോ ഒരാൾ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിരുന്നു, അതും 10-നും 11-നും ഇടയ്ക്ക്. അതുമല്ല അവളെ വിളിച്ചുകൊണ്ട് പോയിട്ടുള്ള ആ ഒരു വ്യക്തി ഓടിച്ചിരുന്നത് 1960-കളിൽ ഇറങ്ങിയ നീല നിറത്തിലുള്ള ഒരു ഫോർഡ് മുസ്താങ് കാറാണ് അയാൾ ഓടിച്ചിരുന്നത് എന്നിങ്ങനെ പറയുന്നതും ഈ ഒരു കാര്യമെല്ലാം കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോണിൽ അലാറം കേൾക്കാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ സമയമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അയൽ വീട്ടിലെ നമ്മുടെ ഹീറോയിൻ ആഷ്ലി ഉണ്ടല്ലോ, അവൾ ഉറങ്ങുന്നതിന് മുന്നേ കുളിക്കാനൊക്കെ പോകുന്ന സമയം ഇതാണ്. അതുപോലെ അതിന് മുന്നേ അവൾ വ്യായാമം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇവിടെ അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ അവൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് പോപ്കോണും ഒരു കസാരയെല്ലാം എടുത്തിട്ടിട്ട് ബൈനോക്കുലറെല്ലാം വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തോ തിയേറ്ററിലെ സിനിമ പ്രദർശിപ്പിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നതെല്ലാം കണ്ടാലേ. അങ്ങനെ അവളെ നോക്കി നിൽക്കുന്ന അതേ സമയത്ത് അവൾ പെട്ടെന്ന് ഈ ഒരു വശത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ചെറുതായിട്ടൊന്ന് പേടിക്കും, പക്ഷെ അവൾക്ക് എന്തായാലും ഈ ഒരു സ്ഥലം കാണാൻ കഴിയത്തില്ല. അങ്ങനെ നോക്കിയിരിക്കുന്ന അതേ സമയത്താണ് ആഷ്ലിയുടെ അച്ഛൻ അതിനകത്തേക്ക് വന്നിട്ട് അവളെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നു. അവളാണെങ്കിലും ഒരുപാട് ദേഷ്യപ്പെട്ട് ഉറങ്ങാനായിട്ട് പോകുന്നതും അപ്പോഴാണ് മനസ്സിലാവുന്നത് ആഷ്ലിയുടെ ജീവിതം എന്തായാലും നല്ല രീതിയിലല്ല പോകുന്നത്. അങ്ങനെ ആ ഒരു കാര്യമെല്ലാം കണ്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് പിന്നീട് വീണ്ടും എന്തോ ഒരു ശബ്ദം കേട്ട് കെയിലി അവൻ്റെ ബൈനോക്കുലറും എടുത്ത് വെച്ചിട്ട് ആ അയൽക്കാരനായിട്ടുള്ള ടർണർ ഉണ്ടല്ലോ അയാളുടെ വീട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും രാത്രി സമയത്ത് അയാളുടെ ഗ്യാരേജിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ കാറിനകത്ത് നിന്നും 2 വലിയ കറുത്ത കവർ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നു. അത് ഈ ഒരു ഗ്യാരേജിനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ആ ഒരു കവർ വെച്ച ഭാഗത്താണെങ്കിൽ രക്തമുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇവൻ ആ ഒരു ബൈനോക്കുലർ വെച്ചിട്ട് അവിടേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ആ TV-യിൽ പറഞ്ഞല്ലോ 1960-ൽ ഇറങ്ങിയ ഒരു നീല നിറത്തിലുള്ള മുസ്താങ് കാറ്, ആ ഒരു കാറാണ് അയൽക്കാരനായിട്ടുള്ള ടർണർ ഓടിക്കുന്നത്. അതുമല്ല ആ ഒരു കാറിന്റെ മുന്നിലാണെങ്കിൽ ഒരാൾ ഇടിക്കുമ്പോഴത്തേക്കും ആ ഒരു ഭാഗം ചളുങ്ങിയല്ല ഇരിക്കുമല്ലോ, ആ ഒരു രീതിയിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കാണുന്ന അതേ സമയത്ത് പെട്ടെന്ന് കെയിലിൻ്റെ അമ്മ പുറകിലൂടെ വന്ന് വിളിക്കുന്നതും അവനങ്ങ് പേടിച്ചു പോവും. അപ്പോൾ അവൻ്റെ അമ്മ അറിയില്ല, ഞാൻ ഗുഡ് നൈറ്റ് പറയാൻ വന്നാണെന്ന് പറഞ്ഞിട്ട് അവനൊരു ഗുഡ് നൈറ്റ് എല്ലാം പറഞ്ഞ് ഉറങ്ങാനായിട്ട് പോകുന്നു. അങ്ങനെ അവൻ വീണ്ടും ബൈനോക്കുലർ എടുത്തിട്ട് അവിടേക്ക് നോക്കുമ്പോഴത്തേക്കും ഇത്തവണ ഗ്യാരേജെല്ലാം പൂട്ടിയിട്ട് അയാൾ അവിടെ കാണാനില്ല, അയാൾ എന്തായാലും ഉറങ്ങിക്കാണും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ കെയിലി വെളിയിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും ന്യൂസ് പേപ്പർ കിടക്കുന്നു. അതിലാണെങ്കിലും ഇന്നലെ കാണാതായിട്ടുള്ള ആ ഒരു ലേഡിയെ പറ്റിയുള്ള വാർത്തയുണ്ട്. അങ്ങനെ അതും വായിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ആ അയൽക്കാരനായിട്ടുള്ള ടർണർ ഉണ്ടല്ലോ അയാൾ ഇപ്പം ഈ ഒരു പുല്ല് വെട്ടാനായിട്ട് വെളിയിലിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി കെയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഗാർഡൻ്റെ വശത്തേക്ക് ഇഴഞ്ഞിഴങ്ങനെ പോവും. എന്നിട്ട് ആ ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഈ ലൈനിൻ്റെ ഇപ്പുറത്ത് കാലിങ്ങനെ വെച്ചിട്ട് അവൻ പതിയെ ആ ഒരു ഗ്യാപ്പിനുള്ളിലൂടെ അപ്പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അയാൾ ഒരുപാട് നേരം ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഇവനെ കണ്ടതുപോലെ, ഹേയ് ആരാ നീ, അവിടെ എന്താ ചെയ്യുന്നേ എന്ന് ചോദിച്ച് നമ്മുടെ കെയിലിൻ്റെ അടുത്ത് വരുന്നു. കെയിലാണെങ്കിൽ കണ്ടോ ഇല്ലയോന്ന് പോലും അറിയാൻ കഴിയുന്നില്ല, പേടിച്ചിങ്ങനെ കിടക്കാണ്. അയാളുടെ അടുത്തേക്ക് വന്നിട്ട്, നീ ഇവിടെ ഒളിച്ചു കിടന്ന് എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയാം, നിന്നെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് പെട്ടെന്ന് കെയിലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മുന്നിലേക്ക് വരുന്നതും എന്താണെന്ന് കാണിക്കുമ്പോൾ അതൊരു മുയലിനെയാണ് അയാൾ സത്യം പറഞ്ഞാൽ പിടിച്ചിരുന്നത്, കെയിലിനെ കണ്ടിട്ടല്ല. അങ്ങനെ ആ ദിവസം തന്നെ നമ്മുടെ റോണി ഉണ്ടല്ലോ, റോണി വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവനോടും ഇന്നലെ നടന്ന ആ ഒരു സ്ത്രീയുടെ മിസ്സിംഗ് കേസ് അതിനെപ്പറ്റി ഇങ്ങനെ പറയും. അപ്പോൾ റോണി ആണെങ്കിലും ഇതിന് മുന്നേയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവനിങ്ങനെ പറയും, 3 വർഷങ്ങൾക്ക് മുന്നേയും ഇതുപോലെ ഹോസ്റ്റലിൽ ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ട്, പക്ഷേ കൊലപാതകി ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ വീട് പരിശോധിക്കുമ്പോഴത്തേക്കും 6 പേരുടെ ശരീരഭാഗങ്ങളാണ് വീടിനകത്ത് നിന്ന് കിട്ടിയത് എന്നുള്ള കാര്യം ഇങ്ങനെ പറയും. അതേസമയം കെയിലാണെങ്കിൽ ജനാലയിലൂടെ ഓരോ വശത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു വീട്ടിലാണെങ്കിൽ ഒരു ലേഡി അവരുടെ ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നു. ആഷ്ലിയുടെ വീട്ടിലാണെങ്കിൽ അവള് ഈ മേൽക്കൂരയുടെ മുകളിലേക്ക് കയറി ഇരുന്നിട്ട് എന്തോ ബുക്ക് വായിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ആഷ്ലിയുടെ വീട്ടിൽ സ്വിമ്മിംഗ് പൂളില്ല, അടുത്ത വീട്ടിലാണ് സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. അതുകൊണ്ട് ആ വീട്ടിലെ ആൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ആഷ്ലി പതിയെ അവിടേക്ക് ഇറങ്ങിയിട്ട് കുളിക്കും. അങ്ങനെ ഇവർ നോക്കിയിരിക്കുന്നതും ആഷ്ലി പതിയെ ആ ഒരു പൂളിലേക്ക് ഇറങ്ങിയിട്ട് കുളിക്കാനായിട്ട് നിൽക്കുന്നതും
ഇവർ രണ്ടുപേരും ബൈനോക്കുലറോടെ ഇങ്ങനെ നോക്കാണ്. ഹേയ് ഞാൻ കാണട്ടെ എന്നെല്ലാം പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ അടി ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇവർ ബൈനോക്കുലർ വെച്ചിട്ട് നോക്കി നോക്കി ജനാലയിലേക്ക് കൊണ്ട് തട്ടുന്നതും ആ ഒരു ശബ്ദം കേട്ട് അവൾ അവിടേക്ക് നോക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് പേടിച്ചിട്ട് രണ്ടുപേരും താഴെ കുനിഞ്ഞിരുന്ന് ഹേയ് അവൾ കണ്ടു കാണൂ എന്നിങ്ങനെ പറയുന്നതും ആഷ്ലി അങ്ങനെ ആ ഒരു പൂളിലേക്ക് നീന്തിയിട്ട് മുകളിലേക്ക് കയറി പതിയെ ഒരു വീട്ടിലേക്ക് വരാൻ തുടങ്ങും. എന്താണെന്ന് വെച്ചാൽ അവൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ അവൾ വീട്ടിലേക്ക് വന്നിട്ട് ബെല്ലടിക്കുന്നതും രണ്ടുപേരും പേടിച്ച് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പേടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്ക് അവൾ ചോദിക്കും, അല്ല എന്താ ഇത്ര ലേറ്റ് ആയെന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ല ഞങ്ങൾ വേറെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അങ്ങനെ അവളാണെങ്കിലും പെട്ടെന്ന് സംസാരിച്ച് വീടിനകത്തേക്ക് കയറി ഇവരുടെ റൂമിനടുത്തേക്ക് വന്നിട്ട് ആ ഒരു ബൈനോക്കുലർ എടുത്തിട്ടാണ് ചോദിക്കുന്നത്, അല്ല ഇത് വെച്ച് നിങ്ങൾ എന്താ ചെയ്യുന്നത്, എന്നെ വല്ലതും നോക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ റോണി അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയും. എന്താണെന്ന് വെച്ചാൽ ഇല്ലില്ല ഞങ്ങൾ ഈ വീട്ടിലൊരു അയൽക്കാരനെ നോക്കുമായിരുന്നു, ടർണർ എന്ന് പറഞ്ഞിട്ട്, അയാളൊരു കൊലയാളിയാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് എന്ന് അവളോട് ഇങ്ങനെ പറയും. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ബൈനോക്കുലർ ഉപയോഗിച്ചിട്ട് നോക്കുന്നത് എന്ന് അവളോട് ഇങ്ങനെ കള്ളം പറയുന്നതും ഏയ് അതെന്താ നിങ്ങൾ അങ്ങനെ നോക്കുന്നേ, ഇല്ല ഇന്നലെ ഒരു സ്ത്രീയെ കാണാതായി, അതിലൊരു കാറ് പറഞ്ഞിരുന്നു, അതും ഇയാളുടെ വീട്ടിലെ കാറും എല്ലായിട്ട് മാച്ച് ആവുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് പറയുന്നതും നമ്മുടെ ആഷ്ലി ആണെങ്കിലും ബൈനോക്കുലർ ഉപയോഗിച്ചിട്ട് ടർണറിന്റെ വീട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും അയാൾ കാറും കൊണ്ട് പുറത്തേക്ക് തന്നെ വരികയാണ്. പക്ഷേ ഇന്നലെ നമ്മുടെ കെയിൽ കണ്ടതുപോലെ അയാളുടെ കാറിന്റെ മുന്നിലായിട്ട് ആ ഒരു ചുളിവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, അതൊക്കെ ഇപ്പൊ ക്ലീൻ ആയിട്ട് വെച്ചേക്കുന്നു. ഇതെങ്ങനെയാണെന്ന് അവന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇവർ ഈ ഒരു കാര്യം ആഷ്ലിയോട് തമാശയ്ക്കാണ് പറയുന്നതെങ്കിലും അവൾ ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് രാത്രിയാകുമ്പോഴത്തേക്കും ഇവർ മൂന്നേരം ഈ ഒരു റൂമിലിരുന്ന് ആ ടർണർ എന്ന് പറഞ്ഞ അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് പരിശോധിക്കാൻ വേണ്ടി ക്യാമറ എല്ലാം റെഡിയാക്കി വെച്ച് എന്നിട്ട് രാത്രി ഇവർ പിസ്സ എല്ലാം ഓർഡർ ചെയ്ത് നല്ല ഇതിൽ കഴിച്ച് റോണി ആണെങ്കിലും നല്ല ഇതിൽ ഉറങ്ങിപ്പോയി. ഇവർ രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ കെയിലനാണെങ്കിൽ ആഷ്ലിയെ കണ്ടപ്പോൾ മുതൽ അവളോട് എന്തായാലും ഇഷ്ടമുണ്ട്, അത് അവളോട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അങ്ങനെ ഇവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് ആഷ്ലിയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം സംസാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ടർണറിന്റെ വീട്ടിലേക്ക് ഒരു വണ്ടി വരുന്ന ശബ്ദം. രണ്ടുപേരും പെട്ടെന്ന് ക്യാമറയിലൂടെയും ബൈനോക്കുലറിലൂടെയും നോക്കുമ്പോഴത്തേക്കും ടർണർ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് അകത്തേക്ക് വരാണ്. അതൊരു ക്ലബ്ബ് ഗേളാണ്. അങ്ങനെ ആ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് അവനകത്തേക്ക് കൊണ്ട് പോകുന്നതും ഇവരിവിടെ ഇരുന്നുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെ കമന്റ് പറഞ്ഞ് ഇങ്ങനെ തമാശയ്ക്ക് അങ്ങനെ അവരകത്തേക്ക് കയറുന്നതും ടർണർ വൈനെല്ലാം ഒഴിച്ചു വെച്ച് മ്യൂസിക് എല്ലാം ഇട്ടിട്ട് നല്ല ഇത് ഡാൻസ് എല്ലാം കളിക്കുന്ന ആ ഒരു പെണ്ണ് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം അവിടെ നടക്കുമ്പോൾ ഇവർ രണ്ടുപേരും അതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുകയാണ്. അങ്ങനെ ഇവർ ശ്രദ്ധിച്ചിരിക്കുന്ന അതേ സമയത്താണ് പെട്ടെന്ന് ടർണറിന്റെ കയ്യിൽ ഒരു കത്തി കാണുന്നു. ടർണർ ആ ഒരു കത്തിയെടുത്ത് കുറെ നേരം ഇങ്ങനെ നോക്കുന്നതും രണ്ടുപേരും ഹേയ് അവൻ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട് എന്നും പറഞ്ഞ് അവനെ തന്നെ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയിരിക്കുന്നതും അവൻ ആ ഒരു കത്തി ഇങ്ങോട്ട് പതിയെ ആ ഒരു സ്ത്രീയുടെ പുറകിലേക്ക് വരുന്നു. എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെ വന്നിട്ട് അവളുടെ ഡ്രസ്സിലേക്ക് ഇങ്ങനെ പിടിച്ച് പെട്ടെന്ന് കട്ട് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ ആ തുണിയുടെ ഒരു ചെറിയ ഭാഗം അതെവിടെ കുടുങ്ങിയിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഇവരും പേടിച്ചു പോയി, കണ്ടുകൊണ്ടിരുന്ന നമ്മളും പേടിച്ചു പോയി. ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും അവിടെ വലുതായിട്ടൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ആഷ്ലിയെ അവളുടെ അമ്മ വിളിക്കുന്നു. അതുകൊണ്ട് അവൾ പറയും ശരി എനിക്ക് പോകാൻ ടൈമായെന്നും പറഞ്ഞിട്ട് ആഷ്ലിനെ അവളുടെ വീട് വരെയും കൊണ്ടാക്കിയിട്ടാണ്. കെയില് അവളെ ഒന്ന് കിസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഹേയ് ഞാൻ തിരിച്ചു വരുമെന്നും പറഞ്ഞ് അവൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ പോയതിനു ശേഷം അവളുടെ മുറിയിലേക്ക് ആ ഒരു ബൈനോക്കുലർ വെച്ചിട്ട് അവൻ വീണ്ടും നോക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇത്തവണ എന്തായാലും അവൾക്ക് മനസ്സിലായി അവൻ നോക്കുമെന്ന്. അതുകൊണ്ട് ആ ഒരു ജനാലയെല്ലാം അങ്ങ് മൂടിയിടും. അങ്ങനെ കുറേ നേരം വെറുതെ ഇരുന്നിട്ട് കെയിലി ആ ഒരു റോഡിനപ്പുറത്തുള്ള 3 കുട്ടികളുണ്ട് അവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിലെ 3 പേരും കൂടി ചേർന്ന് മുകളിലത്തെ റൂമിലാണ് അവർ നിൽക്കുന്നത്. ആ റൂമിൽ അവർ ടി വിയിൽ ഈ ഫാഷൻ ചാനലും ഈ ന്യൂഡായിട്ടൊക്കെ കാണിക്കുന്ന കുറേ ചാനലുകളൊക്കെ ഉണ്ട്. അതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. 3 പേരും ചെറിയ കുട്ടികളാണ്. അതുമല്ല ഒരാളാണെങ്കിൽ ആ ഒരു ഡോറിനടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അമ്മ വരുമ്പോഴത്തേക്കും സിഗ്നൽ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ അവരുടെ അമ്മ വരുന്നതും അങ്ങനെ ആ വീട്ടിലെ അമ്മ റൂമിനടുത്തേക്ക് വരുന്നതും ഇയാളെ സിഗ്നൽ കൊടുക്കുമ്പോൾ ഇവർ പെട്ടെന്ന് ടി വി ഓഫ് ചെയ്തിട്ട് ബെഡിലേക്ക് കയറി ഇങ്ങനെ കിടക്കും. അപ്പോൾ അമ്മ വന്നിട്ട് ഹേയ് കുട്ടികളെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ എന്തായാലും ഗുഡ് നൈറ്റ് പറയാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ഗുഡ് നൈറ്റ് എല്ലാം പറഞ്ഞിട്ട് ആ ഒരു അമ്മ ഡോർ അടച്ച് പോകുന്നതും ഇവർ വീണ്ടും ചാടി ഇറങ്ങി ആ ഒരു ടി വി ഇങ്ങനെ ഓൺ ചെയ്യുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് എടാ കൊച്ചു കുരുപ്പുകളെ നീയൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് എനിക്കറിയാമെന്ന് നമ്മുടെ കെയില് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നതും ടർണറിന്റെ വീട്ടിൽ ആ ഒരു ലേഡി കരയുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. അങ്ങനെ കെയിൽ ഓടി അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സ്ത്രീ ഇപ്പോൾ വീടിനകത്ത് കിടന്നിങ്ങനെ ഓടുന്നു. അതും പേടിച്ച് നിലവിളിച്ചിട്ട് ടർണറിനെ ആണെങ്കിലും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല, അവന് ഇവളുടെ പുറകെ തന്നെയുണ്ട്. അങ്ങനെ ഈ സ്ത്രീ പലയിടങ്ങളിലും ഇങ്ങനെ ഓടുന്നതും പെട്ടെന്ന് ടർണർ പുറകെ വന്നിട്ട് ആ ഒരു സ്ത്രീ ഇങ്ങനെ പിടിക്കുന്നു. അതേസമയം കെയിലിയുടെ കയ്യിലുള്ള ആ ഒരു ക്യാമറ ഉണ്ടല്ലോ അതിലവൻ പെട്ടെന്ന് ഫോട്ടോ എടുക്കുന്നതും ആ ഒരു ഫ്ലാഷ് ലൈറ്റ് അങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്കും ടർണർ അത് കണ്ടെന്ന് തോന്നി. ഇത് കണ്ടിട്ട് കെയിലി പെട്ടെന്ന് വിളിച്ച് താഴേക്കാനിരിക്കും. എന്നിട്ട് പതിയെ ആ ഒരു ക്യാമറ ഉപയോഗിച്ച് അയാൾ പോയോ ഇല്ലേ എന്നറിയാൻ വേണ്ടി അവിടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അയാൾ നടന്നിങ്ങനെ വരുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒളിച്ചിരുന്ന് ഒരു വിധത്തിൽ ഇങ്ങനെ നോക്കിയിട്ട്
ബൈനോക്കുലർ എടുത്തിട്ട് നല്ലതുപോലെ നോക്കുമ്പോഴത്തേക്കാണ് ആഹാ ഇയാളിതേ കെയിലറിന്റെ വീട്ടിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. കെയിലറിനെ കണ്ടോ ഇല്ലേന്ന് അറിയത്തില്ല. കെയിലർ പെട്ടെന്ന് പേടിച്ചിട്ട് താഴെ ഇരുന്ന് നമ്മുടെ റോണിയെ വിളിച്ചിട്ട് ഈ ഒരു കാര്യമില്ല ഇങ്ങനെ പറയും. ഇതേപോലെ ആ ഒരു സ്ത്രീ പേടിച്ചോടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. അയാൾ ഒരു പക്ഷേ ആ ഒരു സ്ത്രീയെ കൊന്നുമില്ലേന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞിങ്ങനെ ഇരിക്കുന്നത്. പെട്ടെന്ന് ഒരു കാറിന്റെ ശബ്ദം എന്താണെന്ന് ഇവൻ വെളിയിലേക്ക് ഒന്ന് നോക്കുമ്പോൾ അതിനകത്ത് നിന്ന് ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവരിപ്പോൾ ആ ഒരു കാർ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് പോലെയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സ്ത്രീ അവനൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞിട്ട് കെയിലി എഴുന്നേറ്റ് അടുത്ത ദിവസം ഫുഡ് കഴിക്കാനായിട്ട് കിച്ചണിലേക്ക് ഇങ്ങനെ ചെല്ലാണ്. അങ്ങനെ ഒരു കത്തി എടുത്തിട്ട് ഈ ജാമെല്ലാം തയ്ക്കാൻ വേണ്ടിയിട്ട് കത്തിയും എടുത്ത് ആ ഒരു ഫ്രിഡ്ജിന്റെ ഡോർ ഇങ്ങനെ അടയ്ക്കുന്നതും പെട്ടെന്നതേ നിൽക്കുന്നു മുന്നിലെ ടർണർ. ഇവരത് കണ്ട് പേടിച്ചിട്ട് ഹേയ് നിങ്ങൾ ആരാണെന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ടർണർ പറയും ഹേയ് ഞാൻ നിങ്ങളുടെ ആൾക്കാരനാണ്. ടർണർ എന്ന് പറയുമ്പോൾ എനിക്കറിയാം അതൊക്കെ എനിക്കറിയാം, നിങ്ങൾ എന്തിനാ എൻ്റെ വീട്ടിൽ കയറിയേ എന്നിങ്ങനെ ചോദിക്കുന്നതും നമ്മുടെ കെയിലിയുടെ അമ്മ അകത്തേക്ക് കയറി വരുന്നു. നീ എന്തിനാ ഈ ഒരു കത്തിയെല്ലാം വെച്ചേക്കുന്നേ? ഞാൻ രാവിലെ സാധനം വാങ്ങിക്കാനായിട്ട് വെളിയിലേക്ക് പോയപ്പോൾ കാറിന്റെ ടയർ പഞ്ചറായി പോയി. ടർണർ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് എന്നെ രക്ഷിച്ചത്. പിന്നെ ടയർ മാറ്റാനെല്ലാം അദ്ദേഹം കൂടെ ഒന്ന് സഹായിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് ടർണറിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോൾ കെയിലിനാണെങ്കിൽ നല്ല പേടിയുണ്ട് ഇന്നലത്തെ ആ ഒരു കാര്യം ആലോചിച്ചിട്ട്. അങ്ങനെ കെയിലിന്റെ അമ്മ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ടർണർ അടുത്തേക്ക് വന്നിട്ട് അല്ല നിന്റെ കാലിൽ എന്തിനാ ഈ ഒരു ഡിവൈസ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതേപോലെ ക്ലാസ്സിൽ വെച്ചിട്ട് ടീച്ചറിനെ ഇടിച്ചു അതുകൊണ്ടാണ്. അപ്പോഴാണ് ടർണർ പറയുന്നത് ഏയ് ഇതൊക്കെ നീ ശ്രദ്ധിക്കണ്ടേ, എന്നെ പഠിപ്പിച്ച ടീച്ചർമാരെ എനിക്ക് കൊല്ലണമെന്നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്നല്ല ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഇന്നലെ രാത്രി നടന്ന ആ ഒരു കാര്യവും അയാൾ രാവിലെ തന്നെ തൻ്റെ അമ്മയോടൊപ്പം ഈ വീട്ടിലേക്ക് വന്ന് ഇവനോട് ഒരു കാര്യം സംസാരിച്ചല്ലോ അതെല്ലാം ആഷ്ലിയോട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ആഷ്ലി പറയും ഒരുപക്ഷെ നിനക്കെന്തെങ്കിലും വാണിംഗ് തരാൻ വേണ്ടിയിട്ട് അയാൾ ഈ ഒരു വീട്ടിലേക്ക് അതുപോലെ വന്നതാണെങ്കിലോ. അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും ആഷ്ലിയുടെ വീട്ടിൽ എന്തോ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ ഒരു പാർട്ടിയിൽ അവളുടെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഒരുത്തൻ അവളുടെ ദേഹത്തെല്ലാം ഇങ്ങനെ പിടിക്കുന്ന കണ്ടിട്ട് നമ്മുടെ കെയിലിന് എന്തായാലും അത് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കെയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഈ ഒരു പാർട്ടി കുളമാക്കാൻ വേണ്ടി അവരൊരു വലിയ സ്പീക്കർ എടുത്ത് ജനാലയുടെ അടുത്തേക്ക് വെച്ചിട്ട് ആ പാർട്ടി നടക്കുന്ന ഭാഗത്തേക്ക് തിരിച്ചു വെച്ച് അവൻ്റെ ഫോണിൽ നല്ല സൗണ്ടിൽ പാട്ടിട്ട് കൊടുക്കും. ഇത് കേൾക്കുന്നതും അവരുടെ പാർട്ടി കുളമാവുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ആഷ്ലിക്ക് മനസ്സിലായി അവ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന്. അങ്ങനെ ആഷ്ലി നേരെ മുകളിലേക്ക് വന്നിട്ട് ആ ഒരു പാട്ട് എങ്ങനെയെങ്കിലും ഓഫാക്കാൻ ശ്രമിക്കും. അപ്പോഴേക്കും അവൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് അത് വലിച്ചൂരി അവനോട് തിരക്കുമ്പോഴത്തേക്കാണ് അവൻ കാര്യം പറയുന്നത്. ഇതേപോലെ നിന്നെ കണ്ട ആ ഒരു സമയം മുതൽ തന്നെ എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബൈനോക്കുലറുമായിട്ട് ഇവിടെ ഇരുന്നത് നല്ല കാര്യങ്ങളെല്ലാം പറയുന്നത്. അവൾക്ക് എന്തോ അവളിനോട് ഇഷ്ടമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവനെ കിസ് ചെയ്തിട്ട് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ട് അങ്ങനെ പോകുന്നതും ഇവിടെയാണ് ഒരു ടെസ്റ്റ് കാണിക്കുമ്പോൾ നമ്മുടെ ടർണർ ഉണ്ടല്ലോ അവൻ്റെ വീട്ടിലെ ജനാലയിൽ എന്തോ രക്തം തെറിക്കുന്നത് പോലെയെല്ലാം അതുമല്ല ആ ജനാലയിൽ നിന്നും അവനൊരു കവറെല്ലാം ഇങ്ങനെ ഇളക്കി മാറ്റുന്നു. ഇതാണെങ്കിൽ ഇവർ കാണുന്നില്ല. അങ്ങനെ രണ്ടുപേരും കിടക്കുമ്പോഴത്തേക്കാണ് ആഷ്ലി നോക്കുമ്പോഴത്തേക്കും ടർണർ മുകളിൽ നിന്നും എന്തോ ഒരു കാര്യം താഴേക്ക് കൊണ്ടുവരുന്നു. അവളത് കണ്ടിട്ട് പെട്ടെന്ന് ഹേയ് നെക്കുന്നു പറഞ്ഞിട്ട് അവിടേക്ക് ചെന്ന് രണ്ടുപേരും നോക്കുമ്പോൾ ടർണർ കവറിൽ എന്തോ പൊതിഞ്ഞ് അത് വലിച്ചെടുത്ത് ആ ഒരു ഗ്യാരേജിനകത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇത് കാണുന്നതും രണ്ടുപേർക്കും നല്ല സംശയമായി. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റോണിയില്ലേ അവനെ ടർണറിന്റെ വീടിനകത്തേക്ക് പറഞ്ഞുവിടും. എന്നിട്ട് ആഷ്ലീനെ ടർണറിനൊപ്പം പറഞ്ഞുവിടും. ടർണർ ആണെങ്കിൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തൊക്കെയും സാധനങ്ങൾ വാങ്ങാണ്. അങ്ങനെ ആഷ്ലി ഇവിടെ നിന്ന് നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് കെയിലാണെങ്കിൽ റോണി അകത്തേക്ക് പറഞ്ഞു വിടുന്നു. അവൻ്റെ വീടിനകത്ത് ക്യാമറ എല്ലാം വെക്കാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ആഷ്ലി ടർണറിനെ നോക്കി അവിടെയെല്ലാം നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ലേഡിയെ വന്നൊരു ഒറ്റയിടി അവളൊക്കെ പേടിച്ചു പോയി. എന്നിട്ട് ഓക്കെ എന്നെല്ലാം പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ടർണറിനെ അവിടെ കാണാനില്ല. അപ്പം ആഷ്ലി ഹേയ് കെയിൽ ടർണറിനെ കാണാനില്ല, അവൻ വീട്ടിലേക്ക് വന്നത് തോന്നുന്നു. എത്രയും പെട്ടെന്ന് റോണിയോട് അവിടെ നിന്ന് ഇറങ്ങാൻ പറയുന്നതും കെയിലാണെങ്കിൽ റോണിയോട് റോണി നീ അവൻ്റെ ഗ്യാരേജിലേക്ക് പോയി ഒന്ന് നോക്കിയിട്ട് വാ എന്ന് പറയുമ്പോഴത്തേക്കും റോണി പറയും ഏയ് ഇല്ലില്ല ഒരിക്കലും ഞാൻ അവിടേക്ക് പോകത്തില്ല എന്ന് പറയുമ്പോൾ അതേസമയം നമ്മുടെ ആഷ്ലി ആണെങ്കിൽ ടർണറിനെ കാണാത്തത് കൊണ്ട് പെട്ടെന്ന് ഓടി വന്ന് അവളുടെ കാറിലേക്ക് കയറി. അവൾ പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ടർണർ പെട്ടെന്ന് കാറിനടുത്തേക്ക് വന്നിട്ട് ഹേയ് ഡോർ വർക്ക് എന്നും പറഞ്ഞ് കാറിനകത്തേക്ക് കയറി ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് അവർ കീ വലിച്ചൂരി ആഷ്ലിയോട് പറയും നീ എൻ്റെ അയൽപ്പക്കത്താണ് താമസിക്കുന്നത് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം, അതുമല്ല നീ എന്നെ ഒരുപാട് നേരമായിട്ട് ഫോളോയും ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കുറച്ച് ഷൈ ടൈപ്പാണ്, അതുകൊണ്ടാണ് അധികം അങ്ങനെ ആരോടും സംസാരിക്കാനൊന്നും പോകാത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ തെറ്റായിട്ട് ഏതെങ്കിലും രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ നിർത്തിക്കോ. എൻ്റെ സ്വകാര്യത ആസ്വദിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് അതിലേക്ക് കടന്നു വരരുത് എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങി ഇങ്ങനെ പോകുന്നതും ഈ ഒരു കാര്യം വന്നിട്ട് കെയിലിയോടും റോണിയോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് കെയിലി പറയുന്നത് അതെ അവൻ അത് തന്നെയാണ് പറയുന്നത്, അവൻ്റെ സ്വകാര്യത ആസ്വദിക്കാനായിട്ട് അവന് ഇഷ്ടമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ അതിനുള്ളിൽ എന്തോ മറയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ നിന്റെ കാറിലും കയറിയിട്ട് നിന്നെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ അവൻ ചിലപ്പോൾ പറഞ്ഞതാണെങ്കിലോ.
എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ആഷ്ലിക്ക് പേടിയായിട്ട് അവൾ പറയും, ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കിത് നിർത്താം, അവൻ പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണെന്ന് തോന്നുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. പക്ഷേ നമ്മുടെ കെയിലാണെങ്കിൽ ഇത് ഒരിക്കലും വിടാൻ തയ്യാറല്ല. അതുകൊണ്ട് കെയിൽ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടർണറിൻ്റെ വീട്ടിലെ ആ ഒരു ബ്ലൂ പ്രിൻ്റെല്ലാം എടുക്കും. കാരണം ആ ഒരു ഗ്യാരേജിന് താഴെയായിട്ട് മറ്റൊരു ഭാഗം ഉണ്ടെന്നും ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന് മുന്നേ ആ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ടെന്നെല്ലാം റോണിയോട് ഇങ്ങനെ വിളിച്ചു പറയാണ്. എന്നിട്ട് നമ്മുടെ റോണിയോട് ഇവിടേക്ക് വരാനും പറയുന്നു. എന്താണെന്ന് വെച്ചാൽ സോപ്പ് പെട്ടി പോലുള്ളൊരു സാധനത്തിൽ കെയിലി ഒരു ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട്. ആ ഒരു ക്യാമറ ടർണറിൻ്റെ വീടിനകത്ത് വെക്കണം. അത് ചെയ്യേണ്ടത് നമ്മുടെ റോണിയാണ്. അതിന് റോണിനെ വിളിച്ചിട്ട് അവനോട് ആ ഒരു കാര്യം പറയുന്നതും റോണിയാണെങ്കിൽ നല്ല രീതിയിൽ പേടിക്കും. എന്നിരുന്നാലും റോണി ചെയ്യാമെന്നും പറഞ്ഞിട്ട് ആ ഒരു ക്യാമറയും കൊണ്ട് നേരെ അകത്തേക്ക് പോകും. ഇപ്പോൾ വെളിയിൽ നിന്നിട്ട് ടർണർ ഇപ്പോൾ വീടിനടുത്തേക്ക് വന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം കെയിൽ അവനോട് ഫോണിലൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ റോണി പതിയെ ആ വീടിനടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു ഗ്യാരേജിനുള്ളിലേക്ക് കയറി വീടിനകത്ത് ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കാണ്. എന്നിട്ട് ഒരു റൂമിനകത്തേക്കെല്ലാം പോകുമ്പോഴത്തേക്കും കെയിൽ പറയുന്നുണ്ട്, ഏയ് അവിടെ നോക്കുന്നതെല്ലാം പറയുന്നതും റോണി ഒരു റൂമിനകത്തേക്ക് ചെന്ന് ക്യാമറയുടെ അടുത്ത് വെച്ചിട്ട് അവിടെ എന്തോ ഒരു കവറിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ വേണ്ടി തുറന്ന് നോക്കാനായിട്ട് ഇങ്ങനെ വരുന്നതും പെട്ടെന്ന് ക്യാമറ താഴേക്ക് വിടുമ്പോഴത്തേക്കും അവൻ അത് വിട്ടിട്ട് ക്യാമറ വന്ന് പിടിക്കും. ക്യാമറ വന്ന് പിടിക്കുന്ന അതേ സമയത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഗ്യാരേജിൻ്റെ ഡോർ ഉണ്ടല്ലോ അത് പതിയെ ഇപ്പോൾ അടയുന്നു. അപ്പോൾ റോണിയോട് പറയും, റോണി പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങ്, ടർണർ എണീറ്റെന്ന് തോന്നുന്നത് പറയുന്നതും റോണി പേടിച്ച് അതിനകത്ത് മുഴുവൻ ക്യാമറ എല്ലാം കണ്ട് ഓടാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല. ഇനിയിപ്പോൾ അയാൾ പിടിച്ചോ ഇല്ലയോ, റോണിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാതിരിക്കുന്നതും കെയിലിന് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് തൻ്റെ കാലിൽ ആ ഒരു ഡിവൈസ് ഒന്നും നോക്കത്തില്ല, ചാടി ഇറങ്ങി ടർണറിൻ്റെ വീട്ടിലേക്ക് ചെന്ന് ഡോറെല്ലാം തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് റോണി എന്നെല്ലാം പറഞ്ഞ് വിളിച്ച് നോക്കുന്നെങ്കിലും അവൻ്റെ ശബ്ദവും കേൾക്കുന്നില്ല. അങ്ങനെ ഒരു ബേസ്ബോൾ ബാറ്റും എടുത്തിട്ട് വീടിൻ്റെ ഫ്രണ്ട് ഡോറിനടുത്തേക്ക് ചെന്ന് പതിയെ ആ ഒരു ഡോർ തുറക്കുമ്പോഴത്തേക്ക് അത് തുറന്നു വരുന്നു. അകത്തേക്ക് കയറാനായിട്ട് വരുന്നതും വെളിയിൽ പോലീസ് വന്നു. ഇവൻ്റെ കാലിൽ ആ ഒരു ഡിവൈസ് റെഡ് ലൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ പോലീസ് വന്ന് നമ്മുടെ കെയിലിനെ പിടിക്കുമ്പോഴത്തേക്കും കെയിൽ പറയും, ഓഫീസർ എൻ്റെ സുഹൃത്ത് ഇതിനകത്ത് കയറി. പക്ഷെ അവൻ പുറത്തിറങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ടർണർ അവനെ കൊന്നുവന്ന്. ഇയാളൊരു കൊലയാളിയാണ്, ഒരു കവറിൽ എന്തോ പൊതിഞ്ഞകത്തേല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് എന്നെല്ലാം ഇങ്ങനെ പറയുന്നതും ആ ഒരു പോലീസുകാർ വന്നിട്ട് ടർണറോട് ചോദിക്കും, സാർ ഞങ്ങൾ വീടിനകത്തേക്ക് കയറി ഒന്ന് പരിശോധിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ടർണർ പറയും, ഓക്കെ സാർ വന്നോളെന്ന് പറയുന്നതും പോലീസുകാർ വന്ന് അകത്തെല്ലാം ഇങ്ങനെ പരിശോധിച്ചിട്ട് നമ്മുടെ കെയിലിനെ വെളിയിൽ തന്നെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അകത്ത് നിന്നും അവൻ മൂടി വെച്ച ആ ഒരു കവറുണ്ടല്ലോ അതുൾപ്പെടെ വെളിയിലേക്ക് കൊണ്ടുവരുന്നതും അതിനകത്ത് എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മുടെ കെയിലിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അതിങ്ങനെ തുറക്കുമ്പോഴത്തേക്കാണ് അതൊരു മാനായിരുന്നു. ടർണർ വേട്ടയാടി പിടിച്ചുകൊണ്ട് വന്നൊരു മാൻ. ഇപ്പം തന്നെ കാണുന്നത് നമുക്ക് തോന്നും ടർണർ ഒരു കൊലയാളിയാണോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് ആ ഒരു പോലീസുകാർ വീണ്ടും വന്നിട്ട് കെയിലിനെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞ് കെയിലിൻ്റെ അമ്മയോടും അവർ ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നതും കെയിലിൻ്റെ അമ്മയ്ക്ക് നല്ല ദേഷ്യമായി. നീ എന്താ ഈ കാണിക്കുന്നത്? എന്നെ വിഷമപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നീ വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ശരി, ടർണറിനോട് പോയി ക്ഷമ ചോദിക്കാമെന്നും പറഞ്ഞിട്ട് കെയിലിൻ്റെ അമ്മ നേരെ ടർണറിൻ്റെ വീട്ടിലേക്ക് പോകും അവനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കെയിലാണെങ്കിലും പേടിച്ച് നിൽക്കാണ് അവൻ്റെ അമ്മ ഇനി അവൻ എന്തെങ്കിലും ചെയ്യോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീടിനകത്ത് നിൽക്കുമ്പോൾ റോണി ഉണ്ടല്ലോ ഇന്നലെ അകത്തേക്ക് പോയാൽ അവനാണെങ്കിൽ കണ്ടു കിട്ടിയിട്ടില്ല. അവൻ എന്ത് സംഭവിച്ചെന്ന് പോലും നമുക്കിപ്പോഴും അറിയത്തില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് റോണിയുടെ കയ്യിലുള്ള ആ ഒരു ക്യാമറ ഇപ്പോൾ ഓണാവുന്നു. അങ്ങനെ അതിൽ കീഴിൽ നോക്കുമ്പോൾ റോണി മരിച്ചു കിടക്കുന്നു. ആഹാ, പേടിച്ചുപോയി. ഇതൊരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിപ്പോയി. അതുമല്ല റോഡി കിടക്കുന്ന ആ ഒരു സ്ഥലം നമ്മുടെ കെയിലിൻ്റെ വീടിനകത്താണ്. അങ്ങനെ അത് എവിടെയെന്ന് അറിയാൻ വേണ്ടി കെയിൽ അങ്ങനെ പേടിച്ച് പതിയെ നടന്ന് ആ ഒരു കബോർഡ് വന്നിങ്ങനെ തുറക്കുന്നതും അതിനകത്ത് റോണി അനങ്ങാതെ കിടക്കാണ്. വന്ന് തൊടുമ്പോഴത്തേക്കാണ് റോണി പെട്ടെന്ന് ഹേ എന്നും പറഞ്ഞ് പറ്റിച്ചെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുന്നതും കെയിലിന് അത്ര ദേഷ്യമായി പോയി. കാണുന്നത് നമുക്കും ദേഷ്യമായി പോയി ഇവൻ ഇമ്മാതിരി ഒരു കാര്യം കാണിച്ചു കഴിഞ്ഞാൽ. കാരണം ടർണറിൻ്റെ വീടിനകത്ത് കയറിയിട്ട് അവൻ എന്ത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല, കൊന്നോ ഇല്ലയെന്ന് പോലും നമുക്കറിയത്തില്ലായിരുന്നു. ആ ഒരു സമയത്ത് ഇവൻ നമ്മുടെ കെയിലിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തായിരുന്നു ആ ഒരു കാര്യങ്ങളെല്ലാം. അങ്ങനെ കെയിൽ ഒരുപാട് വഴക്കെല്ലാം പറഞ്ഞിട്ട് റോണി ആണെങ്കിൽ ക്ഷമയെല്ലാം ചോദിച്ചിട്ട് ശരി ദേ അവിടെ നിന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോസ് എല്ലാം ഇതിലുണ്ടെന്നും പറഞ്ഞ് ആ ഒരു ക്യാമറ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നിൻ്റെ അമ്മ എന്താ അവിടെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഞാൻ എത്ര പറഞ്ഞിട്ട് അമ്മ കേട്ടില്ലടാ, അയാളോട് ക്ഷമ ചോദിക്കാനായിട്ട് പോയേക്കാണ്, ഇനി എന്താണോ അതോ എന്നിങ്ങനെ പറയുന്നത്. റോണി പറയും ശരി ഞാൻ പോകുന്നു പറഞ്ഞിട്ട് റോണി അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ കെയില് ആ ഒരു ക്യാമറ ഉണ്ടല്ലോ അതിൽ ആ ഒരു വീഡിയോ അതിങ്ങനെ പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ഇവൻ ക്യാമറയും കൊണ്ട് ഓടുമ്പോഴത്തേക്ക് ഒരിടത്തേക്ക് വന്ന് വീഴുന്നുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്ത് നിന്ന് അവൻ എന്തോ ഒരു കാര്യം ഇങ്ങനെ കാണുന്നു. അങ്ങനെ ആ ഒരു ഭാഗം ഇങ്ങനെ പോസ് ചെയ്തിട്ട് അതെന്താണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു പ്രത്യേക അറയുണ്ട്. അതിനുള്ളിൽ അവൻ സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു സ്ത്രീയെ കൊന്നു വെച്ചേക്കുന്നതാണ് കാണുന്നത്. അപ്പോഴേ മനസ്സിലായി അവൻ എന്തായാലും റിയൽ ആയിട്ടുള്ളൊരു സൈക്കോ ആണെന്ന്. അതേസമയം കെയിലിൻ്റെ അമ്മയെ കാണിക്കുമ്പോൾ അയാളോട് ടർണറിനോട് ഒരുപാട് നേരം സംസാരിച്ച് ക്ഷമയെല്ലാം ചോദിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് രണ്ടുപേരും നടന്ന് റൂമിനകത്തേക്ക് ഇങ്ങനെ പോവാണ്. കെയിലിൻ്റെ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരിക്കലും അറിയത്തില്ല താനിപ്പോൾ നടക്കുന്നത് ഒരു യഥാർത്ഥ സൈക്കോയുടെ കൂടെയാണെന്ന്.
അങ്ങനെ സംസാരിച്ച് നമ്മുടെ കെയിലിന്റെ അമ്മ പുറത്തേക്ക് വരാനായിട്ട് നിൽക്കുന്നതും ടർണർ പെട്ടെന്ന് അവന്റെ അമ്മയെ പിടിച്ച് ഭിത്തിയിലേക്ക് 2-3 ഇടി. അതേസമയം നമ്മുടെ കെയിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് റോണി നീ പോയോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ റോണി ആണെങ്കിൽ വീടിന്റെ താഴെയുണ്ട്. അപ്പോൾ കെയിൽ പറയും ശരി വാ അകത്തേക്ക് മുകളിലേക്ക് കയറെന്ന് പറയുന്നതും ആഹാ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ റോണിയുടെ പുറകില് ആ ഒരു സൈക്കോ വന്നിങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് റോണീനെ ഒരു ഒറ്റയടി റോണിയുടെ ബോധം പോയി. അടുത്തത് ആ ഒരു സൈക്കോ നേരെ മുകളിലേക്ക് വരുന്നതും നമ്മുടെ കെയിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. സൈക്കോ വന്ന് നമ്മുടെ കെയിലിനെ പേടിച്ചിട്ട് രണ്ടുപേരും കൂടി പിടിയും വലിയായിട്ട് കെയിലിനെ പിടിച്ചൊരു ഒറ്റയേറ് കെയിൽ താഴെ വന്ന് വീഴുന്നതും ഇപ്പോൾ കെയിൽ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടണം. അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് പോലീസ് വരും. അപ്പോൾ കെയിലിന്റെ കാലിൽ ഈ ഒരു ഡിവൈസ് ഉള്ള കാര്യം നമ്മുടെ സൈക്കോയ്ക്ക് അറിയാം. അതുകൊണ്ട് കെയിൽ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ 100 മീറ്റർ കഴിഞ്ഞ് ഓടാനായിട്ട് വരുന്നതും സൈക്കോ ഈ ഒരു കാര്യം മനസ്സിലാക്കി പുറകെ വന്നിട്ട് കെയിലിനെ പിടിക്കും. എന്നിട്ട് കെയിൽ ആ ഒരു ലൈൻ മുറിച്ച് കടക്കുന്നതിന് മുന്നേ തന്നെ കെയിലിനെ 2 ഇടി പിടിച്ച് 3ാമതൊരു ഇടി ഇടിക്കുന്നതും കെയിലിന്റെ ബോധം പോയി. എന്നിട്ട് അവന്റെ കാലും കയ്യിലെ ടേപ്പ് വെച്ച് കെട്ടി അവനെ വലിച്ചെടുത്ത് അകത്തേക്ക് കൊണ്ടുവരികയാണ്. കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും കെയിലിന്റെ വായെല്ലാം കെട്ടി അവനൊരു ചെയറിലിരുത്തിയേക്കുന്നു. എന്നിട്ടാണ് ടർണർ പറയുന്നത് ഓ അപ്പോൾ നിന്റെ കൂട്ടുകാരൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്തല്ലേ, എന്നെ സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ സമ്മതിക്കില്ല. ശരി നിനക്കുള്ള പണി ഞാൻ തരാം. ആദ്യം നീ നിന്റെ കൂട്ടുകാരനെ കൊന്നു. കാരണം എന്താണെന്ന് അറിയണ്ടേ? നിന്റെ കൂട്ടുകാരൻ നിന്റെ കാമുകിയെ വിളിക്കും. അത് നിനക്ക് ഇഷ്ടപ്പെടാതെ നീ നിന്റെ കൂട്ടുകാരനെ കൊന്നു. അതൊന്ന്. രണ്ടാമത്തത് നീ നിന്റെ അമ്മയെയും കൊന്നു. അതിനൊരു കാരണം വേണമല്ലോ. ശരി ഇത് പറയാം. കാരണം നിന്റെ അമ്മ എപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നീ നിന്റെ അമ്മയെയും കൊന്നു എന്ന് പറഞ്ഞ് റോണീനെയും കെയിലറിന്റെ അമ്മയെയും കൊല്ലാൻ പോവാണ് ഈ ഒരു സൈക്കോ. എന്നിട്ട് അത് നമ്മുടെ കെയിലറിന്റെ തലയിൽ വെക്കാൻ പോന്നു. അത് കഴിഞ്ഞ് കെയിലറിനെ പിടിച്ച് അവന്റെ കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് ഇരുത്തിയിട്ട് ഇതെല്ലാം ആഷ്ലിയോട് പറയുന്നത് പോലെ ഡിയർ ആഷ്ലി ഞാൻ റോണിയെ കൊന്നു, അതേപോലെ തന്നെ എൻ്റെ അമ്മയെ കൊന്നു എന്ന് നീ ടൈപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈക്കോ അതെല്ലാം ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതും ആഷ്ലി ഇപ്പോൾ വീടിനകത്തേക്ക് കയറി വരികയാണ്. ആ ഒരു സമയം നമ്മുടെ സൈക്കോ പുറകിലേക്ക് നോക്കുന്നതും കെയിൽ അവനെ ഇടിച്ച് കളഞ്ഞിട്ട് വീണ്ടും അവനുമായിട്ട് പിടിയും വലിയാവുന്നതും ആ ഒരു സൈക്കോ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമ്മുടെ കെയിലറിനെ കുത്താനായിട്ട് വരുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് മിസ്. ആ ഒരു സമയത്ത് നമ്മുടെ ആഷ്ലി അകത്തേക്ക് കയറി വന്ന് സൈക്കോയുടെ മുകളിലേക്ക് ചാടിക്കയറി അവന്റെ കണ്ണിൽ പിടിച്ചൊരു ഒറ്റ കുത്ത്. എന്നിട്ട് രണ്ടുപേരും കൂടി അവരെ ഇടിച്ച് താഴേക്കാൻ കളയും. എന്നിട്ട് ആ ഒരു ഡോർ അടച്ച് അകത്തിരിക്കുമ്പോഴത്തേക്കാണ് ആഷ്ലി എങ്ങനെയെങ്കിലും കെയിലിന്റെ കെട്ടെല്ലാം അഴിച്ചു ആ ഒരു ടേപ്പെല്ലാം അങ്ങനെ കീറി കളയുന്നതും കെയിൽ പറയും നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ലൈൻ കടന്നേ പറ്റൂ, അങ്ങനെയാണെങ്കിൽ പോലീസ് ഇവിടേക്ക് അപ്പം തന്നെ വരും എന്ന് പറഞ്ഞ് റൂമിലെ ലൈറ്റെല്ലാം അണച്ചിട്ട് ഇവർ വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ നോക്കാണ്. അങ്ങനെ ഇരിക്കുന്നതും ആഷ്ലിയുടെ അടുത്തുള്ള ഒരു കമ്പി ഇങ്ങനെ കുത്തിക്കയറുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു സൈക്കോ ഇപ്പോൾ ഡോർ വെട്ടി പൊളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സൈക്കോ ഡോർ പൊളിച്ചിട്ട് അകത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇവർ രണ്ടുപേരും ഈ വീടിന്റെ ജനാല വഴി മുകളിലേക്ക് പിടിച്ചു കയറിയിട്ട് അതുവഴി ഓടി നേരെ അടുത്തുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ അതിലേക്ക് എടുത്ത് ചാടും. രണ്ടുപേരും സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുമ്പോഴത്തേക്കും നമ്മുടെ സൈക്കോ ഈ വീടിനകത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും കെയിൽ ആഷ്ലിയോട് പറയും ശരി ഞാൻ എൻ്റെ അമ്മയെ പോയി കണ്ടുപിടിച്ചിട്ട് വരട്ടെ, പോലീസ് വരുന്നുണ്ടോ ഇല്ലയെന്ന് നീ ഉറപ്പ് വരുത്തണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കെയിൽ നേരെ സൈക്കോയുടെ വീട്ടിലേക്കും പോകും. അങ്ങനെ വീടിനകത്തേക്ക് കയറിയിട്ട് എവിടെയാണ് ഇപ്പോൾ അവൻ്റെ അമ്മയുണ്ടെന്ന് അറിയത്തില്ല. അവിടെ എല്ലാം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ക്യാമറയിലൂടെ ചെറിയൊരു ഭാഗം കണ്ടല്ലോ. ആ ഒരു ഭാഗം അതൊരു സോഫയുടെ പുറകിലായിട്ടാണ് ഉള്ളത്. അങ്ങനെ അതിലെ ചെറിയൊരു വഴിയുണ്ട് അകത്തേക്ക് കയറാനായിട്ട്. അങ്ങനെ ആ ഒരു സോഫയെല്ലാം എടുത്ത് മാറ്റി അവൻ അതിനകത്തേക്ക് ഇങ്ങനെ കയറാണ്. അത് ഈ ഒരു വീടിന്റെ ബേസ്മെന്റ് ഭാഗം കൂടിയാണ്. അകത്തേക്ക് ചെന്ന് നോക്കുന്നതും കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാല് ആഹാ അതിനകത്ത് 1-2 സ്ത്രീകളെ കൊന്ന് അവരുടെ ശരീരം കവറിലാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. ഇത് കാണുന്നത് അവൻ പെട്ടെന്ന് പേടിച്ചിട്ട് അവന്റെ അമ്മയെ തിരക്കി അങ്ങനെ നടന്ന് മറ്റൊരു വെളുത്ത മുറിയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ വെച്ചാണ് ഈ തട്ടിക്കൊണ്ടുവന്ന സ്ത്രീകളെല്ലാം കൊല്ലുന്നത്. അതിനുള്ള ടേബിളും മറ്റു കാര്യങ്ങളും അതേപോലെ തന്നെ തട്ടിക്കൊണ്ടുവന്ന സ്ത്രീകളുടെ ID കാർഡും മറ്റെല്ലാം അവിടെ ഇരിക്കുന്ന കാണുന്നു. അങ്ങനെ ആ ഒരു റൂമിൽ നിന്ന് ഒരു ഭാഗം ഇങ്ങനെ തള്ളി മാറ്റുമ്പോൾ അതിനകത്തേക്ക് മറ്റൊരു റൂമുണ്ട്. അതേസമയം വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കും ഈ വീടിന് മുകളിലായിട്ട് ആ ഒരു പോലീസുകാരനല്ലോ മൊട്ട, അവനിപ്പോൾ അകത്തേക്ക് വന്നിട്ട് നമ്മുടെ കെയിലിനെ വിളിക്കാണ്. കെയിലി ഞാൻ ഈ ഒരു വീടിനകത്തുണ്ട്, പോലീസാണ്, നീ പെട്ടെന്ന് ഇറങ്ങി വരണമെന്നെല്ലാം പറഞ്ഞ ആ ഒരു പോലീസുകാരൻ അവിടെ നിൽക്കുന്നതും ആരെയും കാണാത്തത് കൊണ്ട് തന്നെ പോലീസുകാരനും അതിനകത്തെല്ലാം ഇങ്ങനെ നടക്കാണ്. അതുപോലെ പോലീസുകാരന് എന്തോ ഒരു ഡൗട്ട് ഉണ്ട് ഈ വീടിനകത്ത് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് പോലീസുകാരൻ പതിയെ നടന്നിങ്ങനെ വരുന്നതും നമ്മുടെ സൈക്കോ ഒരിടത്ത് ഒളിച്ചു നിന്നിട്ട് പോലീസുകാരന്റെ പുറകെ വന്ന് അവന്റെ കഴുത്ത് ഇങ്ങനെ ഓടിച്ച് അവനെ കൊല്ലുന്നു. അതേസമയം കെയിലിനെ കാണിക്കുമ്പോൾ കെയിൽ ആ ഒരു മുറി തുറന്ന് ബേസ്മെന്റിന്റെ അകത്തേക്കാണ് ഇറങ്ങി ചെല്ലുന്നത്. അവിടെ ഒരുപാട് സ്ത്രീകളുടെ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് അവൻ നിൽക്കുന്ന ആ ഒരു ഭാഗം പൊളിഞ്ഞ് താഴേക്ക് വന്ന് വീഴുമ്പോഴത്തേക്കും താഴെ മുഴുവനായിട്ട് വെള്ളം. എഴുന്നേറ്റ് നോക്കുമ്പോൾ അതിനകത്തും ഒരുപാട് സ്ത്രീകളുടെ ശരീരങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് പേടിച്ച് ചാടി എഴുന്നേറ്റ് അവിടെയെല്ലാം ഒരുപാട് നേരം ചുറ്റി നടന്ന അവസാനം അവൻ്റെ അമ്മ എങ്ങനെയും കണ്ടുപിടിക്കും. ഒരിടത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. അവൻ്റെ അമ്മയുടെ പുറകെ തന്നെ ആ ഒരു സൈക്കോയും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു സൈക്കോ അവൻ്റെ അമ്മയെ തള്ളിക്കളഞ്ഞ് നമ്മുടെ കെയിലിനെ അടിക്കാൻ തുടങ്ങുന്നതും രണ്ടുപേരും വീണ്ടും പിടിയും വരിയായി. അതിനിടയിൽ കെയിലിനെ ഒരുപാട് അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കെയിലിയുടെ അമ്മ അവിടെ കിടന്നൊരു കത്തിയെടുത്ത് സൈക്കോയുടെ കാലിലേക്ക് ഒരു ഒറ്റ കുത്ത്.
അങ്ങനെ ആ ഒരു അമ്മയെ സൈക്കോ കാലുകൊണ്ട് ഒരു ഒറ്റയടി തെറിച്ച് മറ്റൊരിടത്തേക്ക് വന്ന് വീഴുന്നതും നമ്മുടെ കെയിൽ ഈ ഒരു കാര്യം കണ്ട് അവൻ്റെ കയ്യിൽ ഒരു കത്രിക ഉണ്ടായിരുന്നു, വലിയ ഈ പുല്ലെല്ലാം വെട്ടുന്ന കത്രിക പോലത്തെ ഒരു ടൂള്. അത് കൊണ്ടുവന്ന് സൈക്കോയുടെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത്, എന്നിട്ട് അത് പിടിച്ച് രണ്ടു വശത്തേക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നതും സൈക്കോ എന്തായാലും മരിച്ചു. സൈക്കോയെ തള്ളി താഴെയുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയും ചെയ്യും. സൈക്കോ താഴെ വീണ് എന്തായാലും മരിക്കുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ അമ്മയും മകനും നേരെ തിരിച്ച് മുകളിലേക്ക് വരുന്നത്. പോലീസുകാരെല്ലാം വന്നിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പോലീസ് വന്ന് ഇത്രയും നല്ലൊരു കാര്യം ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ കെയിലിൻ്റെ കാലിൽ നിന്ന് ആ ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ടല്ലോ അതിപ്പോൾ ഊരി മാറ്റുകയും ചെയ്യാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കെയിൽ നേരെ ആഷ്ലിയുടെ അടുത്തേക്ക് വന്ന് അവർ രണ്ടുപേരും കിസ് ചെയ്തിട്ട് രണ്ടുപേരും മുകളിലേക്ക് റൂമിലേക്ക് വന്ന് ഇനി കുറച്ച് കാര്യം കൂടി ചെയ്യാനുണ്ടെന്നും പറഞ്ഞിട്ട് കെയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്ത വീട്ടിലെ ആ ഒരു 3 കുട്ടികളുണ്ടല്ലോ കെയിലിന് ഓരോ പണികൾ കൊടുക്കുന്ന ഈ പിള്ളേരാണ്. അവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവരുടെ അമ്മയെ വിളിച്ച് കാര്യം പറയും. ഇതേപോലെ മുകളിലത്തെ റൂമിൽ പോയി നോക്ക് നിങ്ങളുടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറയുന്നതും ആ ഒരു അമ്മ അത് കേട്ടിട്ട് ഓടി വന്ന് ഡോർ തുറക്കുന്നതും അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ഈ അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് 3 പേർക്കും നല്ലതുപോലെ വഴക്കം കേൾക്കും. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും സന്തോഷമായിട്ട് സ്നേഹിച്ച് അവരുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.